ഇന്ന് ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് ഹിന്ദി പഠിക്കാം. ആദ്യം ഞാൻ ഈ കഥ ഫുള്ളായിട്ട് വായിക്കാം. അതിനുശേഷം കഥയുടെ ഓരോ അർത്ഥവും പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ. प्यासा कौवा. एक बार की बात है, किसी जंगल में एक कौवा रहता था. एक दिन उसे बड़ी जोर से प्यास लगी. वह पानी की तलाश में बहुत दूर तक उड़ता रहा, परंतु कहीं भी उसे पानी नहीं मिला. जब वह बहुत थक गया तो उसे आखिर में एक खड़ा दिखाई दिया जिसमें बहुत थोड़ा सा पानी था. जब कौवा ने पानी पीना चाहा तो उसकी चोंच पानी तक नहीं जा सकी. उसने हर तरह से पानी पीने की कोशिश की, पर सब बेकार गई. कौवा बेचैन हो उठा. तभी उसे एक उपाय सूझा. उसने आसपास से ककड़ एकत्रित करे और एक एक करके अपनी चोंच से खड़े में तब तक डाले जब तक पानी ऊपर आ गया. फिर कौवा ने जी भर के पानी पिया. इस तरह कौवा ने अपनी मेहनत और सहन शक्ति से अपनी प्यास बुझाई और अपनी जान बचाई. അപ്പം എന്താണ് ഈ കഥ? പ്യാസ കൗവ. പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം. പ്യാസ എന്ന് പറഞ്ഞാൽ ദാഹിച്ച, ദാഹമുള്ള. കൗവ എന്ന് പറഞ്ഞാൽ കാക്ക. പ്യാസ കൗവ, ദാഹിച്ചു വലഞ്ഞ കാക്ക. എക് ബാർ കി ബാത്ത് ഹേ, ഒരിക്കൽ ഒരിടത്ത്. കിസി ജംഗൾ മേ, ഒരു കാട്ടിൽ. എക് കൗവ രഹത്താ താ, ഒരു കാക്ക താമസിച്ചിരുന്നു. എക് ദിൻ, ഒരു ദിവസം. ഉസേ ബഡി ജോർ സേ പ്യാസ് ലഗി, അതിന് ഒത്തിരി ദാഹം തോന്നി. വളരെ ശക്തിയായി അതിന് ദാഹം അനുഭവപ്പെട്ടു. വ പാനി കി തലാഷ് മേ, അത് വെള്ളം അന്വേഷിച്ച്. ബഹുത് ദൂർ തക് ഉഡ്താ രഹാ, കുറേ ദൂരം ഇങ്ങനെ പറന്നു നടന്നു. പരന്തു, എന്നാൽ. കഹീംബി, ഒരിടത്തും. ഉസേ പാനി നഹി മില, അതിന് വെള്ളം കിട്ടിയില്ല. ജബ് വ ബഹുത് തക് ഗയ, അങ്ങനെ വെള്ളം അന്വേഷിച്ച് അത് ക്ഷീണിച്ചവശനായി. തോ ഉസേ ആഖിർ മേ ഏക് ഖട ദിഖായി ദിയ, അവസാനം അത് ഒരു കുടം കണ്ടെത്തി. ജിസ്മേ ബഹുത് തോടാ സ പാനി താ, ആ കുടത്തിലാണെങ്കിലോ വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. ജബ് കൗവാനെ പാനി പീന ചാഹാ തോ ഉസ്കി ചോഞ്ച് പാനി തക് നഹി ജാ സകി. എന്താണ്? ജബ് കൗവാനെ പാനി പീന ചാഹാ തോ, അത് വെള്ളം ഇപ്പം കുടിക്കാമെന്ന് വിചാരിച്ച് എന്ത് ചെയ്ത്, ആഗ്രഹിച്ച് ആ കുടത്തിൻ്റെ അരികത്ത് ചെന്ന്. പക്ഷേ ഉസ്കി ചോഞ്ച്, അതിൻ്റെ ചുണ്ട്. ചോഞ്ച് എന്ന് പറഞ്ഞാൽ ചുണ്ട്. പാനി തക്ക് നഹീൻ ജാസകി, പാനിയിലേക്ക്, വെള്ളത്തിലേക്ക് എത്തണുണ്ടായിരുന്നില്ല. കുടത്തിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ അതിൻ്റെ ചുണ്ട് വെള്ളത്തിലേക്ക് എത്തണില്ല. ഉസ്നെ, അത് ഹർ തര, പലതരത്തിലും. പാനി പീനേക്ക് കോശിഷ്കി, വെള്ളം കുടിക്കാൻ കുറേ കിണഞ്ഞ് പരിശ്രമിച്ച്. പർ സബ് ബേക്കാർ ഗയി, എല്ലാം വെറുതെയായി, അതിന്
വെള്ളം കുടിക്കാനേ പറ്റിയില്ല. കൗവ ബച്ചൗൻ ഹോ ഉഠ. ഓ, അത് ആകെ അവശനായി വീണ്ടും ഉയർന്നു പൊങ്ങിയാണ്. തബി ഉസേ ഏക്ക് ഉപായ് സൂഞ്ച. അപ്പോഴാണ് അതിൻ്റെ ചിന്തയിലൊരു ഉപായം, ഒരു ഐഡിയ വന്നത്. എന്താണ്? ഉസ്നെ ആസ്പാസേ, അത് അടുത്തൊക്കെയുള്ള കല്ലുകൾ എക്കത്രിത് എന്ന് വെച്ചാൽ ഒരുമിച്ച് കൂട്ടി, അവർ എക്കേക്കർക്കെ ഓരോന്നോരോന്നായി, അപ്പനി ചോഞ്ച് ചുണ്ടുകൊണ്ട്, ഘടേമി കുടത്തിൽ, തത്തക്ക് ഡാലേ എത്ര നേരം അതിട്ട്, ഓരോ കല്ലുകളായിട്ട് പെറുക്കിക്കൊണ്ടെന്ന് എത്ര നേരം ഇട്ട്, തത്തക്ക് ഡാലേ ജബ് തക്ക് എപ്പോഴാണോ പാനി ഊപ്പർ ആകയ വെള്ളം ഉയർന്നുയർന്ന് മുകളിലോട്ട് വന്നത് അതുവരെ അത് കല്ലുകൾ കൊണ്ടിട്ടു. ഫിർ കൗവാനെ ജി ഭർക്കർ പാനി പിയ, അത് മതിയാവോളം വെള്ളം കുടിച്ചു. ഇസ് തരഹ് കൗവാനെ അപ്നി മെഹനത്ത് ഔർ സഹൻ ശക്തി സേ, തൻ്റെ പരിശ്രമം കൊണ്ടും സഹിച്ച് കുറേ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് ഉപേക്ഷിച്ചു പോയില്ല, പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ മെഹനത്ത് ഔർ സഹൻ ശക്തി സേ അപ്പനി പ്യാസ് ബുझായേ, അപ്പം തൻ്റെ ദാഹം അത് ശമിപ്പിച്ചു. അവർ അപ്പനി ജാൻ ബച്ചായി, അങ്ങനെ അതിൻ്റെ ജീവൻ അത് രക്ഷിച്ചു. അപ്പം ഇതിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്? കുറേ കഠിന പ്രയത്നം ചെയ്യേണ്ടി വന്നാലും തളരരുത്. നമ്മുടെ ലക്ഷ്യം കാണുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അപ്പം നമ്മൾക്ക് നമ്മളുടെ ലക്ഷ്യത്തിലെത്താനായിട്ട് പറ്റും. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.